പള്ളിച്ചൽ പഞ്ചായത്തിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മുക്കമ്പാലമൂട്ടിൽ നിന്നും മുടവൂർപ്പാറ ബോട്ട് ക്ലബിൽ ഘോഷയാത്രയോടെ തുടക്കം കുറിച്ച ഓണാഘോഷ പരിപാടി കാട്ടാക്കട MLA MR ബൈജു ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ബോട്ട് സർവീസ് പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ 2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണം വാരാഘോഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ 2026 ആഗസ്റ്റ് മാസം 22-ാം തീയതി മുതൽ ഓണം വാരാഘോഷത്തോടുകൂടി ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഈ വർഷത്തെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണം വാരാഘോഷം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ബോട്ട് സർവീസ് നമ്മുടെ മുടവുപ്പാറ വെട്ടുവലിക്കുളത്തിൽ കേന്ദ്രമാക്കി ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ 22-ാം തീയതി ഇന്നു മുതൽ 29-ാം തീയതിയാണ് ബോട്ട് സർവീസ് അവസാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ പേരുടെയും സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ ഓണം വാരാഘോഷം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ ഇനം സാംസ്കാരിക പരിപാടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടക്കം ഇന്ന് കുറിക്കുകയാണ്. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ബോട്ട് സർവീസിൻ്റെ ആരംഭം. അതിൽ പങ്കാളികളാവാൻ നിരവധി ആൾക്കാരാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്തുന്നത്. ടൂറിസം വാരാഘോഷവും ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. ടൂറിസം പരിപാടിയിൽ തന്നെ 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെ ടൂറിസം മേഖലയുടെ പ്രോഗ്രാം വെട്ടുവലിക്കുളത്തിൻ്റെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മൊത്തമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 2015 കൂടിയാണ് നമ്മൾ ഈ ബോട്ട് സർവീസ് ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും കൃത്യമായി ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ബോട്ട് സർവീസിംഗ് നടത്തുകയാണ്. ഏവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അർപ്പിക്കുന്നു. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലൊരു തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി ആണെങ്കിൽ പോലും സംസ്ഥാന ടൂറിസം വകുപ്പ് ഇതിൻ്റെ ഒരു സ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഈ സ്ഥലം ഓണാഘോഷ വേദിയായി പ്രഖ്യാപിക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക പരിപാടികൾ ഇവിടെ ഈ ഓണാഘോഷ വേദി നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയേറെ ആകർഷണീയമാണ് ഈ ബോട്ട് സർവീസ്. 2000, 4000, 5000-ഓളം ആളുകൾ ഒരു ഓണത്തിന് ഇവിടെ വന്ന് ബോട്ട് സർവീസ് നടത്തുന്നുള്ളത് ഏറ്റവും വളരെ അഭിമാനകരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് പരിശോധിച്ചാൽ 20 രൂപയ്ക്ക് കുട്ടികൾക്ക് ഒരു ചെറിയ ബോട്ട് സർവീസ് എന്നുള്ളത് നമുക്ക് കേരളത്തിൽ തന്നെ ഒരിടത്ത് ഇല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്ക് വെറും 30 രൂപയേ ഉള്ളൂ. അങ്ങനെ 20-30 രൂപ ടിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് ഇതൊരു വരുമാനമല്ല, വിനോദ മേഖലയിൽ സാധാരണപ്പെട്ട ആളുകളെ ആകർഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡെസ്റ്റിനേഷനായി നമ്മുടെ ഈ പ്രദേശം മാറ്റണമെന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ആ നിലയ്ക്കാണ് പഞ്ചായത്ത് ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഈ ബോട്ട് സർവീസിനെ ആശ്രയിക്കുന്നത്. ഇത് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് ഈ ബോട്ട് സർവീസ് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഇവിടെ പങ്കെടുക്കാനെത്തുന്നവർക്കും ഇനി വരാൻ പോകുന്ന എല്ലാവർക്കും പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേമം ബ്ലോക്കിൻ്റെയും ഓണാശംസകൾ നേരുന്നു. ഇവിടെ മെമ്പറായി തുടക്കം കുറിച്ച നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ CR സുനു, അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് അന്നത്തെ ഭരണസമിതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ആരംഭിച്ച ഓണക്കാല ബോട്ട് സർവീസ് പിന്നീട് സംസ്ഥാന സർക്കാർ തന്നെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് മുടവുപ്പാറ പ്രദേശത്തെ ഓണാഘോഷ വേദിയാക്കി മാറ്റുകയും സർക്കാരിൻ്റെ ടൂറിസം മെനുവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണക്കാലത്ത് മികവാർന്ന ധാരാളം കലാപരിപാടികളും പ്രോഗ്രാമുകളും നമുക്ക് അനുവദിച്ചു തരികയും ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. സന്തോഷപ്രദമായ ഒരു ഓണക്കാലം ആശംസിക്കുന്നു. നമ്മുടെ ഈ വെട്ടുവലിക്കുളത്തിലെ നമ്മുടെ ഈ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് ആകമാനം തന്നെ കുട്ടികൾക്കായും മുതിർന്നവർക്കായും വലിയ സന്തോഷം പകരുന്നത് തന്നെയാണ്. വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ ഗ്രാമപഞ്ചായത്ത് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും
പള്ളിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണാശംസകൾ നേരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളും 24 വാർഡിലെ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളും പങ്കെടുത്തു. GTV ന്യൂസ്, ബാലരാമപുരം.